നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെയുള്ള യു.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ ചൊല്ലി സി.പി.എം തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. പാർട്ടി നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായി ഏകപക്ഷീയ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടിക്കെതിരെ സി.പി.എം സംസ്ഥാന നേതൃത്വത്തിന് ഔദ്യോഗികമായി പരാതി നൽകാൻ ജില്ലാ സെക്രട്ടറി വി ജോയ് ഒരുങ്ങുന്നതായാണ് വിവരം. നയപരമായ കാര്യങ്ങളിൽ പോലും പാർട്ടിയോട് ആലോചിക്കാതെ ശിവൻകുട്ടി നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് ഭൂരിഭാഗം ജില്ലാ നേതാക്കളുടെയും വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി ഉടലെടുത്ത തർക്കങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ തലസ്ഥാനത്തെ സി.പി.എമ്മിൽ പരസ്യപ്പോരിലേക്ക് വഴിമാറുന്നത്. എം.എൽ.എ. ആയ വി ജോയ്ക്ക് പകരം വി ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറിയാക്കണമെന്ന് പാർട്ടിയുടെ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് വരെ ശിവൻകുട്ടിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലോടെ വി ജോയ് തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയായിരുന്നു. ഇതിനുശേഷം പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തോട് പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുന്ന നിലപാടാണ് ശിവൻകുട്ടി സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പിന്തുണ വി ജോയ്ക്കൊപ്പമാണ്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിൽ യു.ഡി.എഫുമായി സഹകരിക്കാമെന്ന വി ശിവൻകുട്ടിയുടെ പരസ്യ നിലപാടാണ് ഇപ്പോൾ ഒടുവിലത്തെ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ തന്റേതായ രീതിയിൽ ശിവൻകുട്ടി വ്യാഖ്യാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വി ജോയിയും കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കും വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിയോട് ആലോചിക്കാതെയുള്ള ഇത്തരം അതിരുവിട്ട പ്രതികരണങ്ങൾക്ക് അടിയന്തരമായി വിലക്കേർപ്പെടുത്തണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നതിൽ പൊതുവായ യോജിപ്പുണ്ടെങ്കിലും യാതൊരു മുന്നൊരുക്കവുമില്ലാതെ യു.ഡി.എഫ് ഒരുക്കുന്ന കെളിയിൽ എടുത്തുചാടി വീഴരുതെന്നാണ് സി.പി.എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ബി.ജെ.പി. ഭരണസമിതി അധികാരമേറ്റിട്ട് വെറും 6 മാസം തികയുന്നതേയുള്ളൂ. ഈ ഘട്ടത്തിൽ കൊണ്ടുവരുന്ന ആദ്യ അവിശ്വാസ പ്രമേയം തന്നെ പരാജയപ്പെടുകയാണെങ്കിൽ നിയമപരമായി അടുത്ത 6 മാസത്തേക്ക് വീണ്ടും അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല. ഇത് ബി.ജെ.പിക്ക് കൂടുതൽ രാഷ്ട്രീയ ഊർജ്ജം നൽകുമെന്നും സി.പി.എം ഭയപ്പെടുന്നു. നിലവിൽ കാപ്പ കേസിൽ കരുതൽ തടങ്കലിലായ ബി.ജെ.പി. കൗൺസിലർ സുഗതന്റെ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. സുഗതന്റെ ആദ്യ സത്യപ്രതിജ്ഞ കോടതി നേരത്തെ അസാധുവാക്കിയിരുന്നു. നിലവിൽ ജയിലിലായതിനാൽ സത്യപ്രതിജ്ഞ വീണ്ടും നടത്താൻ സുഗതന് കഴിഞ്ഞതുമില്ല. ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നും വരാനിരിക്കുന്ന നിയമപരമായ തീരുമാനങ്ങൾ നോക്കി മാത്രം അവിശ്വാസ കാര്യത്തിൽ അടുത്ത നീക്കം നടത്തിയാൽ മതിയെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ നിലപാട്. കൂടാതെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ തന്നെ ആകെ കൗൺസിലർമാരുടെ 3-1 പേരുടെ പിന്തുണ ആവശ്യമാണ്. ഇതിനായി യു.ഡി.എഫുമായി പരസ്യമായ ചർച്ചകൾ നടത്തേണ്ടി വരും. ഇത് തലസ്ഥാനത്ത് കോലീബി സഖ്യം പോലെ പുതിയ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യമെന്ന ബി.ജെ.പിയുടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ആയുധം നൽകുമെന്നും ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുന്നു. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ അവിശ്വാസം വിജയിക്കുമെന്ന യാതൊരു ഉറപ്പും പോലീസിനോ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കോ ഇല്ല. ഇത്രയും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ സി.പി.എം ജില്ലാ കമ്മിറ്റിയിൽ ഇതുവരെ ഈ അവിശ്വാസ വിഷയം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ട് പോലുമില്ല. ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെ മാത്രം തീരുമാനിക്കേണ്ട വലിയൊരു നയപരമായ കാര്യത്തിലാണ് ശിവൻകുട്ടി സ്വന്തം നിലയ്ക്ക് യു.ഡി.എഫ് അനുകൂല നിലപാട് പ്രഖ്യാപിച്ചത്. ഇതാണ് ഔദ്യോഗിക വിഭാഗത്തെ പൂർണ്ണമായും ചൊടിപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി അവിശ്വാസക്കാര്യത്തിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കും. പകരം കാപ്പ കേസിൽ പ്രതിയായ ബി.ജെ.പി. കൗൺസിലർ സുഗതന്റെ വിഷയത്തിൽ ശക്തമായ ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോകാൻ മാത്രമാണ് പാർട്ടി തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്.